നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ പ്രോബബ്ലി നമ്മൾ 3 കാര്യങ്ങളായിരിക്കും അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഗ്രോത്ത്, നല്ല ഇൻകം, അതിനോടൊപ്പം മോശമില്ലാത്ത സെക്യൂരിറ്റി. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഇൻവെസ്റ്റിങ്ങും വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഈ 3 കാര്യങ്ങൾ, ഗ്രോത്തും പ്രൊട്ടക്ഷനും ഇൻകവും, ഇത് 3ഉം അത്യാവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ആളുകൾ വല്ലാതെ അൺഈസി ആവുകയും അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കാനും തുടങ്ങും. ആൻഡ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പണത്തിൽ നിന്നല്ല, നിങ്ങളുടെ പണം എവിടെയാണ് കൊണ്ടിടേണ്ടത് എന്നുള്ള അറിവിൽ നിന്നാണ്. സോ ഇന്ന് നമുക്ക് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 ഓപ്ഷൻസ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. അവിടെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾ ഹാർഡ് ഏൺഡ് ആയിട്ട് ഉണ്ടാക്കിയ നിങ്ങളുടെ സേവിങ്സ് ഗാംബ്ലിംഗ് പോലെ എവിടെയെങ്കിലും കൊണ്ടിടാതെ കൃത്യമായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പഠിക്കാം. ഓപ്ഷൻ 1, ഇൻഡെക്സ് ഫണ്ട് ഫോർ ലോങ് ടേം ഗ്രോത്ത്. നമുക്ക് ആദ്യം ഫൗണ്ടേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫൗണ്ടേഷൻ എന്ന് ഞാൻ വിളിക്കുന്നത് ഈ ഇൻഡെക്സ് ഫണ്ട്സിനെ തന്നെയാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനീസിന്റെ ഒരു ബാസ്ക്കറ്റ് ആണ്. റിലയൻസ്, ഇൻഫോസിസ്, HDFC, ICICI അതുപോലത്തെ വലിയ ടോപ്പ് കമ്പനീസ്. നമ്മളിവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റോക്സ് പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ വാങ്ങിക്കണം, ഈ സ്റ്റോക്സ് ഒക്കെ എപ്പോൾ വിൽക്കണം എന്നും തീരുമാനിച്ച് ടൈം ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇന്ത്യയുടെ ഹോൾ ഇക്കോണമി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പണവും ഗ്രോ ചെയ്യും. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് വളരെ ലോ കോസ്റ്റ് ആയിരിക്കും എന്നതാണ്. ഏത് കമ്പനിയാണ് ഏറ്റവും മുന്നിൽ എത്താൻ പോകുന്നത് എന്ന് പ്രഡിക്ഷൻ ഒന്നും നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മുടെ ഓവറോൾ മാർക്കറ്റിനെ സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യുക, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഇൻവെസ്റ്റിംഗിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്ത് സ്ട്രെസ് അടിക്കുന്നതിനേക്കാൾ ഒരുപാട് ഈസിയാണ് ഈ ഇന്ത്യയുടെ ഈ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സ് ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ ഷോർട്ട് ടേം ഗോൾസ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിന് നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ, അത് ഡേയ്സ് ആയിക്കോട്ടെ മന്ത്സ് ആയിക്കോട്ടെ, അത്യാവശ്യം സേഫ് ആയിട്ട് നിങ്ങളുടെ പണം പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ലിക്വിഡ് ഫണ്ട്സ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അത് ഒരു ദിവസം എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെച്ച് പണം ഉണ്ടാക്കുന്ന മാർഗ്ഗം വരെ ലിക്വിഡ് ഫണ്ട്സിലുണ്ട്. കമ്പാരിറ്റീവ്ലി ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സേഫർ ആണ്. നമ്മുടെ ബാങ്കുകളിൽ നമ്മൾ പണം സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയയും കൂടാണ് ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസയോ, അതല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ, അതല്ലെങ്കിൽ അടുത്ത വർഷം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നത് ബാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് പകരം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസിന് നന്നായിട്ട് ചേരുന്ന ഒരു സ്ഥലമാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇനി അതല്ല, നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പണവും നമുക്ക് ഇക്വിറ്റീസിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇടാൻ താല്പര്യമില്ലെങ്കിൽ പോലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 16 ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 1.5 വർഷം മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് ചൂസ് ചെയ്യാനായിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ബോൺസ്, ഫിക്സ്ഡ് ഇൻകം ഫോർ സ്മാർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ ബോൺസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബോണ്ടിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബോൺസ്? ലെറ്റ്സ് സേ നമുക്കൊരു കമ്പനി എടുക്കാം. അത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനി ആയിക്കോട്ടെ. അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമാണ്. മേ ബി അവർക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് മെഷീനറീസ് വാങ്ങിക്കാനായിരിക്കാം. പല കാരണങ്ങളാവാം അവർക്ക് കുറച്ച് പണം ആവശ്യമാണ്. അപ്പോൾ അവർ ബാങ്കിന്റെ ലോൺ എടുക്കുന്നതിന് പകരം അവർ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നു. അവർ ഇഷ്യൂ ചെയ്യുന്ന ബോൺസ് നമ്മളെ പോലുള്ള ആളുകൾ വാങ്ങിച്ചിട്ട് അവർക്ക് പൈസ കടമായിട്ട് കൊടുക്കുന്നു. ആ ബോൺസിൽ കൃത്യമായിട്ടുള്ള അഗ്രിമെന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്ര രൂപ ഇവർക്ക് കൊടുക്കുന്നു, അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് ആ പണം കടം തന്ന ആൾക്ക് കമ്പനി കൊടുക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കേൾക്കുമ്പോൾ എല്ലാം സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ബോൺസിലും അത്യാവശ്യം റിസ്ക് ഇൻവോൾവ് ആണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസും കിട്ടുന്നുണ്ട്. വിൻ12 പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഈ ഒരു ഹോൾ സ്പേസ് ഓഫ് ബോണ്ട് മാർക്കറ്റ് നമ്മളെ പോലുള്ള ആളുകൾക്ക് ആക്സസിബിൾ ആക്കിയും തരുന്നുണ്ട്. വിൻ12 എന്ന് പറയുന്നത് സെബി രജിസ്റ്റേർഡ് ബ്രോക്കർ ആണ്.
റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഹൈ ക്വാളിറ്റി ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ്. 1000 രൂപ തൊട്ട് ഇവിടെ ബോൺസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേറ്റ് ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങളായിരുന്നു നമുക്ക് ആവശ്യം വേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല അതിന്റെ അവസ്ഥ. വിൻഡോ വെൽത്ത് വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9 to 12% ഫിക്സ്ഡ് റിട്ടേൺസ് ആണ് ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ബോണ്ട് റേറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. BBB തൊട്ട് A വരെ റേറ്റഡ് ആയിട്ടുള്ള ബോൺസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. UPIയോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ റീപേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. ഇനി ആ പണം നമുക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ ക്ലീനും ഈസി ടു അണ്ടർസ്റ്റാൻഡുമായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് വഴി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം ഞാൻ പേഴ്സണലി അത്യാവശ്യം മോശമില്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോണ്ടുകളിലൊക്കെ ഒരു 2% വിൻഡ് വെൽത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇനി ഞാൻ ബോണ്ടുകളുടെ സേഫ്റ്റിയെ പറ്റി പറഞ്ഞാൽ ബോണ്ടുകൾ തന്നെ 2 തരമുണ്ട്. ഒന്ന് സെക്യൂർഡ് ബോൺസും അൺസെക്യൂർഡ് ആയിട്ടുള്ള ബോൺസും. സെക്യൂർഡ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊളാട്രൽ ഉണ്ട്. കൊളാട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടമെടുത്ത, അതായത് അവർ ബോറോ ചെയ്ത പണത്തിന് എഗൻസ്റ്റ് ആയിട്ട് അവരെന്തോ ഒരു അസറ്റ് അവിടെ വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട് ജാമ്യമായിട്ട് വെക്കില്ലേ, അതേപോലെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം മുത്തൂറ്റ് ഫിനാൻസ് അവർ കുറച്ച് ബോണ്ട് ഇഷ്യൂ ചെയ്ത് നമുക്ക് വിറ്റു, നമ്മൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു എന്ന് വെക്കുക. അവർ ഇഷ്യൂ ചെയ്ത ബോൺസിന് അഗൻസ്റ്റ് ആയിട്ട് അവരെന്തെങ്കിലുമൊക്കെ, മേ ബി ഗോൾഡ് ആയിരിക്കാം, വെഹിക്കിൾ ലോൺ ആയിരിക്കാം, ഇതൊക്കെ എഗൻസ്റ്റ് ആയിട്ട് അവർ കൊളാട്രൽ വെച്ചിട്ടുണ്ടായിരിക്കും. അൺസെക്യൂർ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊളാട്രൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മേ ബി കുറച്ചും കൂടെ റിസ്കിയാണ് എന്ന് നമുക്ക് പറയാം. വിൻഡ് വെൽത്തിൽ സെക്യൂർഡ് ആയിട്ടുള്ള ബോൺസ് മാത്രമേ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സെക്യൂർഡ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കടം കൊടുത്ത കമ്പനി അവരൊരു ഫിനാൻഷ്യൽ ട്രബിൾ ഫേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ റീപേയ്മെന്റ്, അതായത് നമ്മൾ അവർക്ക് കടം കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് അത്യാവശ്യം ഡിലേ വന്നേക്കാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെയും ഇൻവോൾവ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് റിഗറസ് ആയിട്ടുള്ള ഡ്യൂ ഡെലിജൻസ് ഒക്കെ വിൻഡ് വെൽത്തിന്റെ ടീം നടത്തുന്നുണ്ട്. ഓരോ ബോണ്ട് ഇഷ്യൂറിനെയും ഡീപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ക്വാർട്ടർലി ഓഡിറ്റ് നടത്തി അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഉറപ്പുവരുത്താൻ ഇവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടേതായിട്ടുള്ള റിസർച്ചും ആ ഒരു ശ്രദ്ധയും ഈ കാര്യത്തെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷനും നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് കൂടുതൽ ബോൺസിനെ പറ്റിയും ഈ വിൻഡ് വെൽത്തിന്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്ത് കയറി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് 3 ഓപ്ഷൻസ് ആണ് സാധാരണ ബിഗിനേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രോത്ത് കിട്ടുന്നതിനായിട്ട് ഇൻഡെക്സ് ഫണ്ട്സ് കൺസിഡർ ചെയ്യാം. ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടിയിട്ടും എമർജൻസിക്കും വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റിക്കും ഫിക്സഡ് ഇൻകത്തിനായിട്ടും ബോൺസും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതിനു മുന്നേയും പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിങ്ങിൽ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നെക്സ്റ്റ് ബിഗ് തിങ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ചേസ് ചെയ്ത് അതിനെ തന്നെ ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്രോത്തിന്റെയും പ്രൊട്ടക്ഷന്റെയും ഇൻകത്തിന്റെയും കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് മാത്രം മതിയാവും. അതിനോടൊപ്പം ഈ കാര്യം നമ്മൾ ചെയ്യാനുള്ള കൺസിസ്റ്റൻസി കൂടെ കാണിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാതെ ക്ലാരിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയും ബിഗിനർ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഞാൻ ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിൻഡ് വെൽത്തിന്റെ പ്ലാറ്റ്ഫോം ചെക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Investments in debt securities, municipal debt securities, securitized debt instruments are subject to risks, including delay and/or default in payment. Read all the offer-related documents carefully.